പ്രിയമുള്ള കുട്ടികളെ, ഞാൻ കെ ഷറഫുദ്ദീൻ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ OFTയുടെ വൊക്കേഷണൽ ടീച്ചറാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി എന്ന അതിനൂതന സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്നതിന് അവസരം ലഭിച്ച എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ഈ വീഡിയോ സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ തിയറി ഭാഗം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് എ എംപ്ലോയബിലിറ്റി സ്കിൽ ആൻഡ് പാർട്ട് ബി വൊക്കേഷണൽ സ്കിൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൊക്കേഷണൽ സ്കിൽ യൂണിറ്റ് 1-ലെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ്, advantages of fiber optics, disadvantages of fiber optics, applications of fiber optics തുടങ്ങിയ ഭാഗങ്ങളാണ്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ, അല്ലെങ്കിൽ എന്തിനാണ് ഒപ്റ്റിക്കൽ ഫൈബർ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇവിടെ വളരെ പ്രസക്തിയുണ്ട്. BC 800 മുതൽ തന്നെ ഗ്രീക്കുകാർ യുദ്ധവിജയം പോലുള്ളവ അറിയിക്കുന്നതിന് സ്മോക്ക് സിഗ്നലുകളും അക്രമികളിൽ നിന്ന് രക്ഷ നേടുന്നതിന് അലാറ ശബ്ദവുമെല്ലാം ഉപയോഗിച്ചു പോന്നിരുന്നു. വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയായിരുന്നു അവർ ഇത്തരം രീതികൾ അവലംബിച്ചിരുന്നത്. 1835-ൽ സാമുവൽ മോഴ്സ് ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് സിഗ്നൽസ് ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തിന്റെ തുടക്കം. ഇത് ചില ഇലക്ട്രിക് കോഡുകൾ ഉപയോഗിച്ചാണ് സാധ്യമാക്കിയത്. 1872-ൽ അലക്സാണ്ടർ ഗ്രഹാം ബെൽ സ്പീച്ച് ട്രാൻസ്മിഷനു വേണ്ടി ഫോട്ടോഫോണും പിന്നീട് ടെലിഫോണും ഇൻവെന്റ് ചെയ്തു. 1895-ൽ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചതോടെ ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും സഹായത്തോടെ കൂടുതൽ ദൂരം ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്ന് കണ്ടെത്തി. ഇതിനിടയിൽ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രലോകത്ത് പല പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. റേഡിയോ വേവ്സ് ഉപയോഗിച്ചുള്ള ആശയവിനിമയം കൂടുതൽ ചെലവേറിയതും ട്രാൻസ്മിഷൻ ലോസ് കൂടിയതുമായതിനാലാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ സാധ്യത കണ്ടെത്താൻ അവരെ പ്രേരിപ്പിച്ചത്. 1950-കളിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് 1 മുതൽ 2 മില്ലിമീറ്റർ വരെ ഡയമീറ്ററുള്ള ഫൈബറുകൾ മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ നേരിട്ട് കാണുന്നതിന് എൻഡോസ്കോപ്പ് പോലുള്ള ഇൻസ്ട്രുമെന്റുകളിൽ ഉപയോഗിച്ചു തുടങ്ങി. 1955-ലാണ് നരേന്ദ്ര സിംഗ് കപാനി ഫ്രം പഞ്ചാബ് 1 മീറ്റർ ലെങ്തുള്ള ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഇമേജ് കടത്തിവിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെന്ന് തെളിയിച്ചത്. എന്നാൽ ഇത് വളരെ എക്സ്പെൻസീവും ലോസ് കൂടിയതുമായിരുന്നു. 1960-ൽ തിയോഡോർ മൈമാൻ റൂബി ലേസറും അലി ജവാൻ ഹീലിയം ലേസറും ഇൻവെന്റ് ചെയ്തു. സത്യത്തിൽ ലേസറിന്റെ ഈ ഇൻവെൻഷനാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വിപ്ലവം സൃഷ്ടിച്ചത്. കൂടുതൽ കാര്യക്ഷമതയുള്ള ലൈറ്റ് ഉപയോഗിച്ചത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ പരിണാമം വേഗത്തിലാക്കി. 1965-ൽ ചൈനീസ് യുവ ശാസ്ത്രജ്ഞൻ ചാൾസ് കെ കാവോ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഫൈബർ ലോസ് 1000 dB/km ആയിരുന്നു. പിന്നീടുള്ള സൂക്ഷ്മ പഠനത്തിലൂടെ ഫൈബർ ലോസിന് മുഖ്യ കാരണം ഫൈബർ ഗ്ലാസിലെ ഇമ്പ്യൂരിറ്റിയാണെന്ന് കണ്ടെത്തുകയും
1966 20 dB per കിലോമീറ്ററുള്ള ഫൈബർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. 2009 ഫിസിക്സിൽ നൊബേൽ പ്രൈസ് ലഭിച്ച ചാൾസ് കെ കാവോ ഫാദർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നിലവിൽ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ലോസ് ലെസ് ദാൻ 0.2 dB per കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഫൈബർ? An optical fiber is a thin, flexible, transparent fiber that acts as a waveguide or a light pipe to transmit light between the two ends of the fiber. അതായത് ഒരു ഫൈബറിൻ്റെ ഒരെൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് ലൈറ്റ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ നേർത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് പൈപ്പിനെ അല്ലെങ്കിൽ ആ ചാനലിനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫൈബർ ഉണ്ടാക്കിയിരിക്കുന്നത് എർത്തിൽ വളരെ സുലഭമായിട്ടുള്ള സിലിക്ക ഗ്ലാസ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ആണ്. അടുത്തതായി നമുക്കൊരു ചെറിയ പരീക്ഷണം കണ്ടു നോക്കാം. ആദ്യമായി റബ്ബർ ബാൻഡും സേഫ്റ്റി പിന്നും ഉപയോഗിച്ച് 1.5 വോൾട്ട് വീതമുള്ള 2 ബാറ്ററികൾ സെറ്റ് ചെയ്യുക. തുടർന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ കണക്റ്റിംഗ് വയർ ഉപയോഗിച്ച് ബാറ്ററികൾ രണ്ടും സീരീസായി കണക്ട് ചെയ്യുക. .5 വോൾട്ട് വീതമുള്ള 2 ബാറ്ററികൾ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 3 വോൾട്ട് ലഭിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന LED ഒരു ചെറിയ പീസ് ഒപ്റ്റിക്കൽ ഫൈബറുമായി ഘടിപ്പിക്കുക. ഇതേപോലെ മറ്റൊരു LED ഒരു ചെറിയ പീസ് ഡ്രിങ്കിംഗ് സ്ട്രോയുമായി ബന്ധിപ്പിക്കുക. LED-കൾ ബാറ്ററിയുമായി കണക്ട് ചെയ്യുമ്പോൾ പ്രകാശം ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയും സ്ട്രോയിലൂടെയും ഒരേപോലെ കടന്നു പോകുന്നതായി കാണാം. ഇനി സ്ട്രോയും ഒപ്റ്റിക്കൽ ഫൈബറും നമുക്കൊന്ന് ബെൻഡ് ചെയ്തു നോക്കാം. ഇപ്പോൾ ബെൻഡ് ചെയ്ത ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നതായി കാണാം. എന്നാൽ ബെൻഡ് ചെയ്ത സ്ട്രോയിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റിന് വളഞ്ഞു സഞ്ചരിക്കാൻ സാധിക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയുള്ള ലൈറ്റിന്റെ സഞ്ചാരപാത എന്തായിരിക്കും? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്കുത്തരം കാണേണ്ടതുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന അടിസ്ഥാന തത്വമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മീഡിയത്തിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസമുള്ള മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ തോത് 2 മീഡിയകളുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയും ലൈറ്റ് വന്നു പതിക്കുന്ന ആംഗിളിനെയും ആശ്രയിച്ചിരിക്കും. അടുത്തതായി ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയുള്ള ലൈറ്റിന്റെ സഞ്ചാരപാത എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം.
ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രതിഭാസം കൊണ്ടാണ് ലൈറ്റിന് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതെന്നും വളഞ്ഞ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയും ഇത് സാധ്യമാണെന്നതും വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറിനെ കോർ എന്നും അതിന് മുകൾ ഭാഗത്തുള്ള ലെയറിനെ ക്ലാഡിംഗ് എന്നുമാണ് പറയുന്നത്. ഇവ രണ്ടും സാധാരണ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിലും ഇവയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നേരിയ വ്യത്യാസമുണ്ട്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കുറവായിരിക്കേണ്ടതാണ്. അതുപോലെ ലൈറ്റ് ഇൻസിഡൻറ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കേണ്ടതുമാണ്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ലൈറ്റ് ഒരു സിഗ്സാഗ് പാത്തിൽ സഞ്ചരിക്കുന്നതായി കാണാവുന്നതാണ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ആധികാരിക വിവരണം തുടർന്നുള്ള ക്ലാസുകളിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. Then, what are the advantages of optical fiber? ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ തുടങ്ങിയവയെ അപേക്ഷിച്ച് ഒരുപാട് മേന്മകളുള്ള ഒരു ട്രാൻസ്മിഷൻ മീഡിയയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഫസ്റ്റ് വൺ ഈസ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. മറ്റു ട്രാൻസ്മിഷൻ മീഡിയകളെ അപേക്ഷിച്ച് ഒപ്റ്റിക്കൽ ഫൈബറിന് ലോസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന് ഏറ്റവും അനുയോജ്യമായ ഒരു ട്രാൻസ്മിഷൻ മീഡിയയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ടെലികോം പർപ്പസിന് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ലേസർ സോഴ്സും ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആംപ്ലിഫയറുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, ലാർജ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. വെരി ഹൈ ബാൻഡ് വിഡ്ത്താണ് ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളത്. തിയറിറ്റിക്കലി ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. അതുകൊണ്ട് തന്നെ കൂടുതൽ ചാനലുകൾ ഒരേ സമയത്ത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും ഇന്ന് ലഭ്യമാണ്. DWDM അഥവാ ഡെൻസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന ഒപ്റ്റിക്കൽ മൾട്ടിപ്ലക്സിംഗ് ടെക്നോളജി ഉപയോഗിച്ചും ചാനലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, സ്മാൾ സൈസ് ആൻഡ് ലോ വെയ്റ്റ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. സിംഗിൾ മോഡാണെങ്കിലും മൾട്ടി മോഡാണെങ്കിലും ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ 125 മൈക്രോമീറ്റർ തന്നെയാണ്. ഭാരം വളരെ കുറഞ്ഞ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ മീഡിയ കൂടിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നെക്സ്റ്റ്, ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ലൈറ്റ് പൾസായിട്ടാണ് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസോ ഇലക്ട്രിസിറ്റിയോ ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസും ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ, ഇൻക്രീസ്ഡ് സിഗ്നൽ സെക്യൂരിറ്റി. ഹൈ ലെവൽ ഡാറ്റ സെക്യൂരിറ്റിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൽ നിന്നും ഡാറ്റാസ് ടാപ്പ് ചെയ്തെടുക്കാൻ സാധാരണഗതിയിൽ പറ്റില്ല. എന്നാൽ കോപ്പർ വയറാണെങ്കിൽ ഡയറക്റ്റായി തന്നെ ഇത് സാധിക്കും. അതുകൊണ്ട് ഫൈനാൻസ് സ്ഥാപനങ്ങൾക്കും മിലിറ്ററി പോലുള്ള അതിസുരക്ഷ ആവശ്യമുള്ള സിസ്റ്റങ്ങൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു ട്രാൻസ്മിഷൻ മീഡിയയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നെക്സ്റ്റ്, എൻഹാൻസ്ഡ് സേഫ്റ്റി. ഒപ്റ്റിക്കൽ ഫൈബറിന് സേഫ്റ്റി വളരെ കൂടുതലാണ്.
കോപ്പർ വയറിൽ കാണുന്നത് പോലുള്ള സ്പാർക്കിംഗ്, ഗ്രൗണ്ടിംഗ് പ്രോബ്ലംസ്, ഫയർ ആൻഡ് വോൾട്ടേജ് ഇഷ്യൂസ്, ഷോർട്ട് സർക്യൂട്ട് പ്രോബ്ലംസ്, ഷോക്ക് ഹസാർഡ്സ് തുടങ്ങിയവയൊന്നും തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൽ കാണുന്നില്ല. മാത്രവുമല്ല, കോറിനും ക്ലാഡിങ്ങിനും പുറമെ പ്രൈമറി കോട്ടിംഗ്, ബഫർ കോട്ടിംഗ്, കെവലാർ കോട്ടിംഗ്, ഔട്ടർ ജാക്കറ്റ് പ്രൊട്ടക്ഷൻ തുടങ്ങിയവയെല്ലാം ഇതിനുണ്ട് താനും. തുരുമ്പിക്കില്ല എന്നുള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നെക്സ്റ്റ്, വെരി ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ്. ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്കറിയാവുന്നതാണ്. അതായത് 1 സെക്കൻഡ് സമയം കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ലൈറ്റിന് സഞ്ചരിക്കാൻ സാധിക്കും. ഇതിൽ നിന്നും ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നെക്സ്റ്റ്, low loss. Nowadays, optical fiber loss is less than 0.2 dB per kilometer. അതായത് 1 കിലോമീറ്റർ ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ 0.2 dB മാത്രമേ ലോസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ സിസ്റ്റം ലോസ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ്, ലെസ് നോയ്സ്. സാധാരണ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സ് വളരെ കുറവായിരിക്കും. മാത്രവുമല്ല, വളരെ ക്ലിയർ ആയിട്ടുള്ള ഹൈഫൈ സിഗ്നൽസ് ഔട്ട്പുട്ടിൽ ലഭ്യമാവുകയും ചെയ്യും. അടുത്തതായി, എന്തിനാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ? ഫസ്റ്റ് വൺ ഈസ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ അപ്ലിക്കേഷൻസ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രധാന ഉപയോഗം ടെലികോം മേഖലയിൽ തന്നെയാണ്. ഇവിടെ ആശയവിനിമയമാണ് മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷൻസ്. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താൻ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനും മറ്റും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒരു നിർബന്ധ ഘടകമാണ്. FTTH, അതായത് ഫൈബർ ടു ദി ഹോം പോലുള്ള സെപ്പറേറ്റ് കണക്ഷൻസ് കെ-ഫോൺ സംവിധാനത്തിലൂടെ എല്ലാ വീടുകളിലും എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഇന്ന് നമ്മുടെ സർക്കാർ. നെക്സ്റ്റ്, സെൻസർ ആപ്ലിക്കേഷൻസ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഇത് സെൻസറായി ഉപയോഗിക്കാമെന്നുള്ളത്. ബിൽഡിംഗ്സ്, ഫ്ലൈ ഓവേഴ്സ്, അതുപോലെ റെയിൽവേ ബ്രിഡ്ജസ് തുടങ്ങിയവയുടെ ഹെൽത്ത് മോണിറ്ററിംഗിന് വേണ്ടിയുള്ള സെൻസറായി ഒപ്റ്റിക്കൽ ഫൈബർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ്. LAN, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് പോലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ലൈറ്റിംഗ് ആൻഡ് ഡെക്കറേഷൻസ്. വിലപ്പെട്ട കൊത്തുപണികൾക്കൊക്കെ ലൈറ്റിംഗ് നൽകാൻ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അജന്ത കേവ്. ഇവിടെ ഓർഡിനറി ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുകയും ആർട്ട് വർക്കുകൾക്ക് ഡാമേജ് സംഭവിക്കാൻ ഇടവരികയും ചെയ്യുന്നു. അതുപോലെ
ഡൈനിങ് ഹാളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ സീലിംഗ് ഡെക്കറേഷൻസ് നൽകി മനോഹരമാക്കാനും ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ്, മെഡിക്കൽ ഫീൽഡ്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ എൻഡോസ്കോപ്പി, അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പി തുടങ്ങിയവ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ് സാധ്യമാക്കുന്നത്. നെക്സ്റ്റ്, മിലിറ്ററി ആപ്ലിക്കേഷൻസ്. ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ സിസ്റ്റങ്ങളിൽ വെഹിക്കിൾ നാവിഗേഷൻ, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയ്ക്ക് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ്, സബ്മറൈൻ ആപ്ലിക്കേഷൻസ്. ഇന്റർകോണ്ടിനെന്റൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അതിസുരക്ഷാ കവചങ്ങളോടുകൂടിയ അണ്ടർ സീ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നിലവിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ചില ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഒരു ആംപ്ലിഫയറിൻ്റെയും സഹായമില്ലാതെ 100 കിലോമീറ്ററോളം ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ടെലികോം മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു പുരോഗതി തന്നെയാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഹൈ ബാൻഡ് വിഡ്ത്ത്, ഫാസ്റ്റ് ട്രാൻസ്മിഷൻ, നോ ക്രോസ്റ്റാക്ക്, നോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് തുടങ്ങിയ പ്രത്യേകതകൾ കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ്. അടുത്തതായി, മുൻ വർഷത്തെ പൊതുപരീക്ഷകളിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ refractive index of the dash must be slightly greater than that of dash. Second one, dash material is commonly used for the construction of optical fiber cable. Third one, basic principle of optical fiber communication is dash. Fourth one, list any 4 applications of optical fiber communication. Fifth one, what are the advantages and disadvantages of optical fiber? ഈ ചോദ്യങ്ങളുടെ ഉത്തരം A4 ഷീറ്റിൽ വൃത്തിയിലെഴുതി ഒരു അസൈൻമെന്റ് രൂപത്തിൽ നിങ്ങളുടെ ടീച്ചർക്ക് സമർപ്പിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.